വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഞാൻ രജനി ബിജു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ ഈ അമൃതവാണികളെ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃത്തികൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുകയാണ് വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനൽ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു എന്നറിയുന്നതിൽ സന്തോഷം. തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നിവിടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സത്ചിന്ത എന്ന പങ്ക്തിയാണ്. വായനക്കാർക്ക് ആചാര്യനോടുള്ള ചോദ്യവും അതിന് ആചാര്യൻ നൽകുന്ന മറുപടിയുമാണ് സത്ചിന്തയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. കുഞ്ഞിനെ നന്നായി വളർത്താൻ എന്താണ് മാർഗം? ചോദ്യം: സർ, കാത്തിരുന്ന് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി. അതിനെ നന്നായി വളർത്തണമെന്ന് ആഗ്രഹമുണ്ട്. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നറിയില്ല. സത്ചിന്തയിൽ ഒരു ഉത്തരം തരണം. എന്താണ് ഇതിന്റെ ഉത്തരമെന്ന് നോക്കാം. നമ്മളെല്ലാം ഇവിടെ വളർന്നില്ലേ? വഴിതെറ്റാതെ ജീവിക്കുന്നുമുണ്ട്. അതിനായി നമ്മുടെ മാതാപിതാക്കൾ പുറത്ത് ആരുടെയെങ്കിലും കൗൺസിലിംഗ് സ്വീകരിച്ചിട്ടുണ്ടോ? നമ്മുടെ മാതാപിതാക്കൾ വിവാഹിതരായി, അവരുടെ മാതാപിതാക്കൾ വിവാഹിതരായി. ഇവരാരെങ്കിലും പ്രീ മാരേജ് കൗൺസിലിങ്ങിന് പോയതായി അറിയാമോ? ഇല്ല. ഒരു തലമുറയിലും അങ്ങനെ ഉപദേശം വിൽക്കുന്ന ഒരു സെന്ററിലും പോയിട്ടില്ലാത്തവരുടെ അനന്തര തലമുറയാണ് നമ്മൾ. പക്ഷെ നമുക്ക് ഇതൊക്കെ വേണ്ടി വരുന്നു. എന്തുകൊണ്ട്? ജീവിതത്തിന് വേണ്ടുന്ന അടിസ്ഥാന കാര്യങ്ങളിലൊന്നും നമ്മുടെ തലമുറ കുട്ടിക്കാലം മുതൽക്കേ ശ്രദ്ധ വച്ചില്ല. എന്റർടൈൻമെന്റ് അഥവാ വിനോദത്തിലായിരുന്നു മനസ്സ്. വിശന്നാൽ ഭക്ഷണം കഴിക്കണം. അതിന്റെ രുചി വിശപ്പാണ്. അത് നേരത്തിന് കിട്ടാനുള്ള മാർഗം തേടണം. വിയർത്തു പണി ചെയ്ത് വച്ചുണ്ടാക്കി കഴിക്കുമ്പോൾ എല്ലാം നല്ല രുചിയോടെ തിന്നാം. എന്നാൽ ഇന്ന് വിശപ്പിനല്ല ഭക്ഷണം, സ്വാദിനാണ്. അതിലും വ്യത്യസ്തത വേണം. നാണം മറയ്ക്കാനല്ല വസ്ത്രം, ഫാഷനു വേണ്ടിയാണ്. അനന്തര തലമുറയെ സൃഷ്ടിച്ച് മനുഷ്യധർമ്മം നിറവേറ്റി ജീവിക്കാനല്ല വിവാഹം. ഇന്ദ്രിയ സുഖത്തിന്റെ വ്യത്യസ്തത ആഘോഷിക്കാനാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ പഴയ തലമുറ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന അടിസ്ഥാന മേഖലകളിൽ നിന്ന് നാം അകന്നുപോയി. അതുകൊണ്ട് യഥാർത്ഥ ജീവിതാവശ്യങ്ങൾ മുന്നിൽ വരുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാത്ത ഭ്രമമാണ്. മൊബൈൽ ഫോണിലൂടെ ലോകം കാണുന്ന തലമുറയാണിത്. ക്യാമറയിലൂടെ നോക്കിയാലേ അവർക്ക് കാര്യം പിടികിട്ടൂ. മുന്നിൽ നടക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല. അത്തരക്കാരെ പറ്റിക്കാനും പണം ഉണ്ടാക്കാനും ഇറങ്ങിയിരിക്കുന്നവരാണ് കൺസൾട്ടന്റുമാർ. എന്തിനും ഏതിനും കൺസൾട്ടന്റുകളാണിവിടെ. കൺസൾട്ടിന് സ്റ്റാർ വാല്യൂ കിട്ടുന്നത് ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ വഴിയാണ്. എങ്ങനെ നന്നായി ജീവിക്കാം, പങ്കാളിയെ സ്നേഹിക്കാം എന്നൊക്കെ അവർ അക്കമിട്ട് നിരത്തി അവതരിപ്പിക്കും. അതൊന്നും ജീവിതാനുഭവത്തിന്റെ വിലയുള്ള ഉപദേശങ്ങളല്ല. വീട്ടിലെ മുതിർന്നവർ, അധ്യാപകർ, പരിസരത്തെ അനുഭവസ്ഥരായവർ, അവരൊക്കെയാണ് പണ്ടത്തെ പ്രീ മാരേജ് കൗൺസിലർമാർ. അവർ ഉപദേശിച്ചുകൊണ്ടിരുന്നപ്പോൾ വിവാഹമോചനം കുറവായിരുന്നു. ഇപ്പോൾ കൺസൾട്ടന്റുമാർ പെരുകിയപ്പോൾ വിവാഹമോചനം ഉയർന്നു. എങ്ങനെ സേഫായി ഡിവോഴ്സ് വാങ്ങാം എന്നുകൂടി അവർ ഉപദേശിക്കും. ഇതൊക്കെ പറഞ്ഞത് കാര്യങ്ങൾ എങ്ങനെയാണ് കുഴഞ്ഞു മറിഞ്ഞത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആദ്യം നിങ്ങൾ വീടിനെ ഒന്ന് ചിട്ടപ്പെടുത്തുക. അംഗങ്ങൾ തമ്മിൽ സ്നേഹവും വിശ്വാസവും പുനഃസ്ഥാപിക്കുക. കൃത്യസമയത്ത് ഉറക്കമുണരുക. വീടും പരിസരവും വൃത്തിയാക്കിയും സ്വയം വൃത്തിയായും വന്ന് വിളക്കു കൊളുത്തി പ്രാർത്ഥിക്കുക. കൃത്യസമയത്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. പത്രം വായിക്കുക. അംഗങ്ങൾ തമ്മിൽ നല്ല ആശയവിനിമയം നടത്തുക. ഒന്നിച്ചു കൂടുമ്പോൾ സ്നേഹവും സമാധാനവും പുലരണം. എല്ലാ കാര്യങ്ങളും സഹകരിച്ച് ചെയ്യുക. കുശുമ്പ്, ഏഷണി, പരദൂഷണം എന്നിവ കുടുംബ അന്തരീക്ഷത്തെ മലിനമാക്കും. വഴക്കു കൂടുമ്പോൾ മോശം വാക്ക് ഉപയോഗിക്കുക, വയലന്റായി എന്തെങ്കിലും എറിഞ്ഞുടയ്ക്കുക, ഈ കലാപരിപാടികൾ ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക. കാര്യങ്ങൾ പരസ്പരം പറഞ്ഞു ബോധ്യപ്പെടുത്തി ജീവിക്കുക. നന്നായി പുസ്തകങ്ങൾ വായിക്കുക. വിനോദത്തിൽ ഏർപ്പെടുക. കലകൾ ആസ്വദിക്കുക. ഇതിനൊക്കെ ജീവിതത്തിൽ സമയം കണ്ടെത്തുക. കുഞ്ഞിനെ ഇതിലെല്ലാം സാക്ഷിയാക്കിയും വളരുമ്പോൾ പങ്കെടുപ്പിച്ചും വളർത്തുക. അത് നന്നായി വളർന്നുകൊള്ളും.
ഏത് ജീവിയും അതിൻ്റെ പരിസരത്തു നിന്ന് കിട്ടുന്നത് സ്വീകരിച്ചാണ് വളരുന്നത്. പരിസരം നന്നാക്കിയാൽ നല്ലത് കിട്ടും, നന്നായി വളരും. ശുഭം. ഇതോടെ ഇന്നത്തെ സത്ചിന്ത പൂർണ്ണമാവുന്നു. ഗുരുസാഗരം മാസിക വായിക്കാം, വരിക്കാരാവാം. 600 രൂപ അടച്ചാൽ 1 വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കുന്നതാണ്. 60 രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കും. വിലാസം: അയക്കേണ്ട വാട്സാപ്പ് നമ്പർ 6282319294. ശേഷം 8078188858 എന്ന നമ്പറിൽ 600 രൂപ ഗൂഗിൾ പേ ചെയ്യുക. ഗുരുസാഗരം മാസിക ഇപ്പോൾ ഡിജിറ്റലായും വായിക്കാവുന്നതാണ്. www.guruSagaram.com എന്ന വെബ്സൈറ്റിൽ ഓൺലൈൻ വായനയും ആസ്വദിക്കാവുന്നതാണ്. പുതിയ വിഷയങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്തേ.